إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജനിക്കുന്ന വിഷയത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യവും നൽകിയിട്ടില്ല. നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും ഏത് നാട്ടിലായിരിക്കണമെന്നും നമ്മൾ ആരുടെ മകനായിരിക്കണമെന്നും ആരുടെ മകളായിരിക്കണമെന്ന് തുടങ്ങി ഒരു സ്വാതന്ത്ര്യവും നമുക്കില്ല. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ നിന്ന് എന്നേക്കുമായി നമ്മളെ തിരിച്ചയക്കുന്ന മരണത്തിന്റെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സ്വാതന്ത്ര്യവും നൽകിയിട്ടില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ ഒരു വിഷയം, സ്വാതന്ത്ര്യം നൽകിയ ഒരു മേഖല ഈ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ജീവിതത്തിലാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലാഹു നമുക്ക് നൽകിയത്? നന്മ തിരഞ്ഞെടുക്കാൻ, അല്ലേ തിന്മ തിരഞ്ഞെടുക്കാൻ. ഈ മേഖലയിൽ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ആ ജീവിതത്തിൽ ആര് നന്മ തിരഞ്ഞെടുക്കുന്നുവോ അവന് നാളെയുണ്ട് സ്വർഗം. ഇനി തിന്മയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നരകത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. എന്നാൽ വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ നന്മയാണോ തിന്മയാണോ നമ്മൾ അധികരിപ്പിക്കുന്നത്? ദുനിയാവിന്റെ സുഖങ്ങളിൽ, ആസ്വാദനങ്ങളിൽ മറിഞ്ഞുപോയി എല്ലാവിധ തെറ്റുകളിലേക്കും കടന്നു പോകുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിനെ അയച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന ആ രംഗത്ത്, ആ സമയത്ത്, ആ നിമിഷം നമ്മള് ഖേദിക്കും. എന്തിന്റെ പേരിൽ? ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത തോന്നിവാസങ്ങളുടെ പേരിൽ. നമ്മൾ വളരെ ലാഘവത്തിൽ പറയുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും, എനിക്ക് വേണ്ടത് ഞാൻ പറയും, ഞാൻ തോന്നുന്ന ഇടങ്ങളിലേക്ക് ഞാൻ പോകും, ഞാൻ വേണ്ടതൊക്കെ കഴിക്കും, വേണ്ടതൊക്കെ ഞാൻ കുടിക്കും എന്ന് തുടങ്ങി എന്റെ ജീവിതത്തിൽ
എനിക്ക് സുഖം നൽകുന്ന എല്ലാത്തിലേക്കും കടന്നു പോകുമെന്ന് പറയുന്ന നമ്മൾ മറന്നുപോയി. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന ആ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ഇന്ന് ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ആസ്വദിച്ച് ആഘോഷിച്ച് ആർമാദിച്ചു പോകുമ്പോ അത് മറന്നു പോകാൻ പാടില്ല. ആ മരണത്തെ പറ്റിയിട്ടുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ മരണം നമ്മളെ പിടികൂടുമ്പോ നമ്മുടെ കയ്യിൽ നന്മകൾ ഉണ്ടാകണം, പാതയങ്ങൾ ഉണ്ടാകണം. എന്ത് നന്മകളുണ്ട് നമ്മുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പരിശോധന നമുക്ക് ആവശ്യമാണ്. കാരണം ആ മരണത്തിന് ശേഷം നമ്മളെ ഒരു പുതപ്പിൽ ആ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. ഇന്ന് നമ്മൾ ദുനിയാവിൽ വലിയ ലുക്കിലാണ് നടക്കുന്നത്. 1000ങ്ങളുടെ ഷർട്ട്, 10000ങ്ങളുടെ വാച്ച്, എല്ലാം വളരെ വലിയ വിലയുടെ ഡിവൈസുകൾ എന്ന് തുടങ്ങി വളരെ സെറ്റിൽഡ് ആയിട്ട് നടക്കുന്ന നമ്മളെ അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴിച്ചു വെച്ച് വെള്ളപ്പുതപ്പിൽ പുതച്ച് 6 അടി മണ്ണിലേക്ക് നമ്മളെ കിടത്തും. ആ സമയത്ത് നമുക്ക് ബാക്കിയാകുക നമ്മുടെ അമലുകൾ മാത്രമാണ്. അന്ന് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന നേരം നമ്മൾ വിലപിക്കും, അല്ലാഹുവേ, ആ ദുനിയാവിലുള്ള ജീവിതത്തിൽ ഞാൻ നന്മയിൽ മുന്നേറിയിരുന്നുവെങ്കിൽ, തിന്മയിൽ നിന്ന് ഞാൻ മാറി നിന്നിരുന്നുവെങ്കിൽ, ഇന്ന് ഈ ഖബറിൽ ഒറ്റക്കാകുന്ന നേരം എന്റെ കൂടെ എന്റെ അമലുകൾ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് ഖേദിക്കുന്ന ഒരു സമയം, നിമിഷം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്ത ഒരു നമസ്കാരം, ഒരു സദഖ, ഒരു നല്ല പ്രവൃത്തി പറയാനുണ്ടോ നമുക്ക്? പിന്നെ ഖബറിൽ നമ്മൾ ഒറ്റക്കാകുമെന്നുള്ളതിൽ സംശയമില്ല. ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ നന്മയിൽ മുന്നിലാകാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ, ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചോ അതുപോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഖബറിൽ ഒറ്റക്ക് കഴിയുമ്പോ മലക്കുകൾ കടന്നു വരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സംശയവുമില്ല, കടന്നു വരും. എന്ത് ചോദിക്കും? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? മാ കുൻത തഖൂലു ഫീ ഹാദാ റജുൽ, ഈ മനുഷ്യൻ ആരാണ്? 3 ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിൽ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ് എന്ന് പറയാൻ ആ ഖബറിൽ നമുക്ക് കഴിയണമെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ച കാലഘട്ടം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരാകണം. അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചവരാകണം. അള്ളാഹുവിനെ ആഴത്തിൽ അറിയണം. അങ്ങനെയാണെങ്കിൽ ഖബറിൽ അവൻ പറയും റബ്ബി അല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം, മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? ആ സമയത്ത് എന്റെ ദീൻ അത് ഇസ്ലാമാണ് എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ ഒരു മുസ്ലിം ആയിക്കൊണ്ട് ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മളെ കണ്ടാൽ ഒരാൾ മുസ്ലിമാണെന്ന് പറയുമോ? ഇസ്ലാമിന്റെ ഏത് നിയമനിർദ്ദേശങ്ങളാണ് അതേപടി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് ചോദിക്കും, ആരാണിത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുസരിച്ച് സ്നേഹിച്ച് ഇത്തിബാ ചെയ്തവനാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അവിടെ ഉത്തരങ്ങൾ പറയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ, അവിടെ റബ്ബി അല്ലാഹ് എന്നും എന്റെ ദീൻ ഇസ്ലാമാണ് എന്നും ഇതെന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ ഫയുനാദി മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്തിൽ നിന്ന് വിളിച്ചു പറയും അൻ സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്റെ അടിമ പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് ഫഅഫ്രിശൂഹു മിനൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു കിടക്ക നീ ഒരുക്കി കൊടുക്ക്.
വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം അവനെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വാതിൽ നീ തുറന്നു കൊടുക്ക്. ഫയതീഹി മിൻ റൗഹിഹാ വറൈഹാനിഹാ, പിന്നെ സ്വർഗ്ഗത്തിന്റെ തണുപ്പ് സൗഖ്യം അവന് ലഭിക്കുക തന്നെ ചെയ്യും. ഉത്തരം പറയാൻ നമ്മൾക്ക് കഴിയണം. ഇനി ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ, റബ്ബി അല്ലാഹ് എന്ന് പറയാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ ദീൻ ഇസ്ലാമാണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഫയുനാദി മുനാദി മിനസ് സമാ, ആകാശ ലോകങ്ങളിൽ നിന്ന് വിളിച്ചു പറയും, അൻ കദബ അബ്ദി, എന്റെ അടിമ കളവ് പറഞ്ഞിരിക്കുന്നു, അതിനെന്ത് നൽകണം? ഫഅഫ്രിശൂഹു മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ഒരു കിടക്ക അവനൊരുക്കി കൊടുക്കുക. വൽബിസൂഹു മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം അവനെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൻ നാർ, നരകത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നിടുക. ഫയതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, പിന്നെ ആ നരകത്തിന്റെ ചൂടും വിഷവായുവും അവനെ ബാധിക്കുക തന്നെ ചെയ്യും. ഏത് ലഭിക്കും നമുക്ക്? ഖബറിൽ നമുക്ക് ഏതാ ലഭിക്കുക? അത് ഈ ദുനിയാവിലുള്ള ജീവിതം നമ്മൾ എങ്ങനെ പടുത്തുയർത്തി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ ബർസഖി ജീവിതത്തിൽ ഈ ഇരിക്കുന്ന നമ്മൾ രക്ഷപ്പെടുമോ എന്ന് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമുണ്ട്. ആ ബർസഖി ജീവിതത്തിന് ശേഷം ഒരു മഹ്ശറയുണ്ട്, അതിനുശേഷം ഒരു ഹിസാബുണ്ട്. അല്ലാഹുവിന്റെ മുന്നിൽ പോയി നമ്മൾ നിൽക്കും. തുലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ആ തുലാസിൽ നന്മയും തിന്മയും നമ്മുടെ ഓരോരുത്തരുടെയും അളക്കും. അന്ന് ചില ആളുകൾക്ക് നന്മ ഉണ്ടാകില്ല, അന്ന് ചില ആളുകളുടെ തുലാസിൽ നന്മ വെക്കാനുണ്ടാകൂല. അവര് വിലപിക്കുന്ന ഒരു വിലാപം അല്ലാഹു തന്നെ പറഞ്ഞു തന്നില്ലേ? ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹാ, പടച്ചോനെ എന്നൊന്ന് നീ തിരിച്ചയക്ക്. പടച്ചോനെ അല്ലാഹുവേ നീ എന്നൊന്ന് തിരിച്ചയക്ക്. എന്റെ റബ്ബേ പടച്ചോനെ നീ എന്നൊന്ന് തിരിച്ചയക്ക് ഈ ദുനിയാവിലേക്ക്. ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ കുറച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ. എനിക്കൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, നന്മകൾ എന്ന് പറയാൻ ഒന്നും കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല, എന്നൊന്ന് തിരിച്ചയക്ക് പടച്ചോനെ. എന്നാൽ റഹ്മാനായ റഹീമായ പടച്ചോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കല്ലാ, ഇല്ല, ഒരിക്കലുമില്ല, നിനക്കിനി ഒരു ചാൻസ് ഇല്ല. അല്ലാഹു പറയുന്നുണ്ട്, എന്നിട്ട് ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇത് നീ വെറുതെ പറയുന്നതാ, ഇത് നീ വെറുതെ പറയുന്നതാ. നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നീ എന്നുണ്ടെങ്കിൽ ദുനിയാവിൽ ചെയ്യുമായിരുന്നു. നമ്മൾ കേട്ടില്ലേ, ജുമാ ഖുതുബകളിലൂടെയും ഖുർആൻ ക്ലാസുകളിലൂടെയും അല്ലാഹുവും അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ എത്ര കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് കേട്ടു. ഇനി നീ ദുനിയാവിലെ കഴിച്ചാലോ നീ ഒന്നും ചെയ്യൂല, നീ വെറുതെ പറയുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തള്ളിക്കളയും. പിന്നെ അവൻ പോക്ക് നരകത്തിലേക്കാണ്.